ഇതാണ് GL-iNet മാംഗോ റൗട്ടർ. ഇതൊരു പോർട്ടബിൾ റൗട്ടറാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു റൗട്ടർ അല്ല, ഇതൊരു വൈഫൈ പൈനാപ്പിൾ ആണ്. ഒറിജിനൽ വൈഫൈ പൈനാപ്പിൾ അല്ല, DIY വൈഫൈ പൈനാപ്പിൾ. അപ്പോൾ വൈഫൈ പൈനാപ്പിൾ എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് ഹാക്ക്5 എന്ന കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വൈഫൈ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് സെക്യൂരിറ്റി ഡിവൈസ് ആണ് വൈഫൈ പൈനാപ്പിൾ. ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂളാണ്. ഈ ഒരു ടൂളിനെയാണ് വെറും $30 മാത്രം വരുന്ന ഒരു ഓപ്പൺ സോഴ്സ് ട്രാവൽ റൗട്ടർ കൊണ്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൂൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പേജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ബിൽഡ് എങ്ങനെ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു OpenWRT റൗട്ടറാണ്. അതായത് ഈ റൗട്ടറിൻ്റെ ഫേംവെയറിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ OpenWRT എന്താണെന്ന് അറിയാൻ പറ്റാത്തവർക്ക് റൗട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. OpenWRTയിൽ വരുന്ന റൗട്ടേഴ്സും അതുപോലെ തന്നെ ഹാർഡ്വെയർസും നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഹാർഡ്വെയറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഈ ഒരു മാംഗോ റൗട്ടറിനെ റീപ്രോഗ്രാം ചെയ്ത് ബിൽഡ് ചെയ്തതാണ് DIY വൈഫൈ പൈനാപ്പിൾ. അതുപോലെ തന്നെ വൈഫൈ പൈനാപ്പിൾ ഒരു OpenWRT ബേസ്ഡ് ടൂളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫേംവെയർ നമുക്ക് ഈ റൗട്ടറിന് വേണ്ടി പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ റൗട്ടറിനകത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വൈഫൈ പൈനാപ്പിളിൻ്റെ ഫേംവെയർ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും എനിക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മാംഗോ റൗട്ടർ ഒരു 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന റൗട്ടർ ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോകാനും പറ്റും. അതുപോലെ തന്നെ നെറ്റ് കണ്ടറിൽ ഇതേപോലെ ഫോണിൽ കണക്ട് ചെയ്യാണ്ട് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു DIY വൈഫൈ പൈനാപ്പിൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് വേണമെന്നുള്ളത് ഞാൻ പാർട്ട് 2 വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള റയർ ടെക്നോളജി കണ്ടും സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കറായിട്ട് വീഡിയോ ഇടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.